ഒരു മനുഷ്യന്റെ ശരീരവും മനസ്സും ആത്മാവും ഒന്നു ചേർന്ന് അവന്റെ പ്രവർത്തനങ്ങളെയും അവന്റെ ജീവനെയും ശരീരത്തെയും എല്ലാം ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് യോഗ. ഈ യോഗാ ദിനത്തിന്റെ ആചരണം ഈ കാലയളവില് എന്തുകൊണ്ടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ശ്വാസത്തിനും ശരീരത്തിന്റെ സുസ്ഥിതിക്കുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മള് ശ്വാസത്തിൻ്റെതായിട്ടുള്ള പല എക്സസൈസുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തന്നെ ലങ്സിനെയും ശരീരത്തെയും എല്ലാം ഓക്സിജൻ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് പല യോഗാസനങ്ങളും നമ്മൾ ഇന്ന് ആരും പറയാതെ തന്നെ അതിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ജൂൺ 21 നമുക്ക് ഇക്വിനോക്സ് എന്ന് പറയുന്ന ഉത്തരായന രേഖയില് സൂര്യന്റെ ലംബരശ്മികൾ പതിക്കുന്ന ഒരു ദിവസമാണ്. ഈക്വൽ നൈറ്റും ഈക്വൽ ഡേ ഉള്ള ദിവസം. ആ ദിവസം തന്നെയാണ് അതിന് ശരിക്കും മനുഷ്യ ശരീരത്തിലേക്ക് അതിൻ്റെതായിട്ടുള്ള ഇന്ത്യയൊക്കെ സംബന്ധിച്ച് അതിന് ഒരു പ്രാധാന്യമുള്ള ഒരു ദിവസവും കൂടിയാണ്. ജീവിതശൈലിയായിട്ട് നമ്മുടെ മനസ്സിനോടേകുന്ന ഒരു കാര്യമായിട്ട് തീരുകയാണ്. പൂർവ്വം ആശംസിക്കുന്നു. നമസ്കാരം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്നതിനെ ആധാരമാക്കി സ്വയം അച്ചടക്ക വിധേയമായ ജീവിതമാണ് യോഗ. യുജ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് യോഗ എന്ന പദം ഉത്ഭവിച്ചത്. യുജ് എന്നാൽ ഒത്തുചേരൽ അല്ലെങ്കിൽ യോജന എന്നാണ് അർത്ഥം. അതായത് ഏകാഗ്രമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒത്തുചേരലാണ് യോഗ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരം, പ്രാണൻ, മനസ്സ് എന്നീ 3 ഭാവങ്ങളെ ആധാരമാക്കിയാണ് ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് തന്നെ. ശാരീരിക, മാനസിക, ആത്മീയ ആരോഗ്യ സംരക്ഷണത്തിൽ വ്യായാമങ്ങൾക്ക് അതിപ്രധാനമായ പങ്കുണ്ട്. ആരോഗ്യ പരിശീലന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് യോഗ. യോഗ പരിശീലനങ്ങളിലൂടെ രോഗനിവാരണത്തിനും രോഗപ്രതിരോധത്തിനും കൂടാതെ സത്യധർമാദികൾ നിറഞ്ഞ സൽചിന്തയുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനും സാധിക്കുന്നു. യോഗ മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മുക്തി നേടാനും സാധിക്കും. യോഗ പരിശീലനത്തിലൂടെ ശാരീരിക മാനസിക ക്ഷമത മെച്ചപ്പെടുന്നു. യോഗാസനങ്ങൾ സ്ഥിരവും സുഖകരവുമായ അവസ്ഥകളാണ് യോഗാസനങ്ങൾ. ഇവ പേശീബലം മെച്ചപ്പെടുത്തുകയും ശാരീരികവും മാനസികവും നാഡീപരവുമായ ക്രോഡീകരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. പ്രാണായാമം നിയന്ത്രിതമായ ശ്വാസോച്ഛ്വാസമാണ് പ്രാണായാമം. പ്രാണനെ ആയാമം ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, അതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ഏകാഗ്രത, മനോനിയന്ത്രണം, കർമ്മകുശലത, ഓർമ്മശക്തി എന്നിവയാണ് പ്രാണായാമം കൊണ്ട് സിദ്ധിക്കുന്ന നേട്ടങ്ങൾ. ആയതിനാൽ യോഗാസനങ്ങളും പ്രാണായാമങ്ങളും എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും നമുക്ക് പരിശീലിക്കാം. നന്ദി, നമസ്കാരം. Now inhale. Come up slowly to the vertical position and stretch the arms above the head. Exhale and slowly return to the starting position in reverse order. Relax. Ardha Chakrasana.
Support the back at the waist. Exhale. Drop the head backwards, stretch the neck muscles, and bend backwards from the lumbar region. Relax with normal breathing. Stay there for 10 to 30 seconds. Ardha Chakra makes the spine flexible and strengthens the spinal nerves and improves breathing capacity. Inhale and slowly come up and relax. Hypertensive patients shall bend with care. Trikonasana. Trikon means triangle. Stand with your feet comfortably apart. Slowly raise both the arms sideways till they are horizontal. Exhale. Slowly bend to the right side and place the right hand just behind the right foot. The left arm is straight up, in line with the right arm. Remain in this posture for 10 to 30 seconds with normal breathing. This prevents flat foot, strengthens the calf, thigh and waist muscles, makes the spine flexible. As you inhale, slowly come up. Repeat for the left side. Avoid this posture in case of slipped disc, sciatica, and after undergoing abdominal surgery. Do not go beyond your limits. Bhadrasana keeps the body firm and stabilizes the mind. Now stretch your leg and come to Vishramasana. Avoid this practice in case of severe arthritis and sciatica. Ardha Ushtrasana. Ushtra means camel. Come to Dandasana. Fold your legs and sit on your heels. Keep the thighs close and the big toes touching. Place the hands on the knees. This is Vajrasana. Now let us start Ardha Ushtrasana. Inhale and rise and stand on your knees. Exhale, keep your palms on the hips with fingers pointing downwards. Keep the elbow and shoulder parallel. Bend the head back and stretch the neck muscles. Inhale and bend the trunk backwards as much as is comfortable. Exhale and relax. This is the final position. Now inhale and come up. Exhale. Put your hands down and sit in Vajrasana. Bhujangasana. Bhujang means snake or cobra. Lie down on your stomach. Rest your head on your hands and relax the body. Now join your legs and stretch your arms. Keep the forehead on the ground. Keep your palms beside the chest and raise the elbows. Inhale, lift the chin and chest up to the navel region. This is Bhujangasana. This asana is best for stress management. It also helps to manage backache and bronchial problems. Exhale. Rest your forehead on the ground and stretch your arms. Spread your legs. Place your palms and rest your head on the palms and relax. Shalabhasana. Shalabha means a locust. Lie down on your stomach. Now join your legs. Rest the chin on the floor. Keep both hands beside the body, palms facing upwards. Inhale,
Raise the legs off the floor as much as you can without bending the knees. Extend the arms and legs well to ease the lift of the body off the floor. Stay in this position comfortably. This asana helps in sciatica and lower backache. It tones the hip muscles. Now exhale. Bring the legs down towards the floor. Take out your arms and rest on the floor. Cardiac patients should avoid this posture. Should not practice this asana. Pavan Muktasana. Bend both the knees and bring the thighs to the chest. Interlock the fingers and clasp the shin below the knee. Raise the head and shoulders. Try to touch the knees with the chin. This is Pavan Muktasana. This removes constipation, gives relief from flatulence, and tones up the back muscles and spinal nerves. Bring your head back. Exhale. Stretch your legs and relax. Kapalabhati. And stimulates respiratory centers in the frontal brain. Sit in any meditative posture. Close the eyes and relax the whole body. Inhale deeply. Expand the chest. Expel the breath with forceful contractions of the abdominal muscles. Continue active exhalation and passive inhalation. Then take a deep breath, exhale slowly and relax. This is one round of Kapalabhati. Each round should be followed by deep breathing. Now Pranayama, Nadi Shodhana or Anulom Vilom Pranayama is alternate breathing through the left and right nostrils. Sit in a meditative posture. Keep the spine straight and the head erect with eyes closed. Relax the body with a few deep breaths. Keep the left palm on the left knee in Jnana Mudra. The right hand should be in the Nasikagra Mudra. Place the right thumb on the right nostril. Breathe in from the left nostril. Close the left nostril. Exhale through the right nostril. Next, inhale through the right nostril. Close the right nostril and exhale through the left nostril. This is one round of Nadi Shodhana or Anulom Vilom Pranayam. Repeat for another 5 rounds. The main purpose of this pranayama is to purify the principal channels of energy. This nourishes the whole body. It induces tranquility, helps to improve concentration. It increases vitality and lowers the level of stress and anxiety. It also elevates cough disorders. Bhramari Pranayama. Bhramara means a black bee. During the exhalation of this pranayam, the sound produced resembles the buzzing of a black bee. Inhale deeply through both nostrils. Exhale slowly in a controlled manner, making a deep, steady, humming sound as that of a black bee.
This is one round of Bhramari. Repeat 2 more times. Now do the Bhramari with Shanmukhi Mudra. Close your ears with your thumbs. Place the forefingers on your eyes, middle fingers on the nostrils, ring finger and small fingers on the lips. Open your nose and inhale through both nostrils. Exhale slowly in a controlled manner, making the deep humming sound of a black bee. Preparatory pranayam for concentration and meditation. Dhyan. Now, let us prepare for Dhyan. Dhyan or meditation is an act of continuous contemplation. Sit in any meditative posture. Keep your spine comfortably erect. Hold Jnana Mudra. Keep your palms facing upwards upon the thighs. Arms and shoulders should be loose and relaxed. Close your eyes and sit with a slightly upturned face. You need not concentrate. Just maintain a mild focus between the eyebrows and be conscious of your breath. Dhyan keeps the mind calm and quiet. It increases concentration, memory, clarity of thought, and willpower. ഓക്കെ, മൗണ്ട് കാർമൽ സ്കൂളില് നല്ലൊരു തുടക്കമാണ്. ഇന്നു മുതൽ എല്ലാ ദിവസവും റോജി മിസ് പഠിപ്പിച്ചു തന്ന ഈ യോഗാസനങ്ങൾ കൃത്യമായി എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം തരുന്ന, അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും വാക്കിനെയും എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള ഈ യോഗാസനങ്ങൾ, ഏറ്റവും നല്ല ആസനങ്ങൾ സെലക്ട് ചെയ്താണ് മിസ് നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കുറച്ചു നേരം ഇത് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം റിലാക്സേഷൻ നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടായി കാണുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങൾ, എല്ലാ ദിവസവും ഈ വർഷം മുഴുവൻ ഇത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ പഠനത്തിനും അതുപോലെ നമ്മുടെ പ്രവർത്തികൾക്കും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും ഉത്തേജനം നൽകും. നമ്മുടെ ശരീരത്തിന്റെ പോരായ്മകളെയൊക്കെ പരിഹരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. ഇന്ന് യോഗാ ദിനം മാത്രമല്ല, ഇന്ന് ലോക സംഗീത ദിനമാണ്. രാവിലെ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ ഈ യോഗാസനം ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും സംഗീതവും യോഗയും കൂടെ കൂടിച്ചേരുന്ന ഈ മനോഹര ദിവസത്തിൽ പുതിയൊരു തുടക്കമാകട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഇന്ന് ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ യോഗ ദിനം ഇത്ര മനോഹരമായിട്ട് ഇവിടെ ആസൂത്രണം ചെയ്ത ബഹുമാനപ്പെട്ട, അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ് റവറൻ സിസ്റ്റർ ജെനിനും സിസ്റ്റർ നമ്മളോടൊപ്പം ഈ ഒരു പ്രോഗ്രാമിന് പങ്കുചേരുകയും, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളിന്റെ ഏതൊരു പ്രവർത്തിക്കും എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആദ്യം പച്ചക്കൊടി കാണിക്കുന്നത് സിസ്റ്റർ ജെനിനാണ്. എന്ത് ബുദ്ധിമുട്ട് നിറഞ്ഞ ടാസ്കിലും സിസ്റ്റർ നമ്മളോടൊപ്പമുണ്ട്. ഒരു കൃത്യമായ പ്ലാനിങ്ങും പദ്ധതിയും എല്ലാം സിസ്റ്ററിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ടെൻഷൻ ഇല്ല. ഇത്രയും മനോഹരമായിട്ട് ഈ യോഗാ ദിനം ആസൂത്രണം ചെയ്യുന്നതിന് ആദ്യം പച്ചക്കൊടി കാണിച്ച സിസ്റ്ററിന് എല്ലാവരുടെയും പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു യോഗ ദിനം അവതരിപ്പിക്കുവാൻ എല്ലാ നേതൃത്വവും നൽകിയ നമ്മുടെ പ്രിയങ്കരിയായ കായിക അധ്യാപിക റോജി മിസ്സിന്, കായികാധ്യാപിക എന്നൊക്കെ പറഞ്ഞ ഒരു ഒഫീഷ്യലായിട്ട് പറയുന്നതല്ല, പക്ഷെ യഥാർത്ഥത്തിൽ മൗണ്ട് കാർമലിലെ ഓരോ കുട്ടിയെയും ഓരോ അധ്യാപികയും ഓരോരുത്തർക്കും കായികക്ഷമത വേണമെന്ന് റോജി മിസ് നിർബന്ധിക്കാറുണ്ട്. നമ്മൾ സ്കൂളിലുള്ള സമയത്തൊക്കെ പലപ്പോഴും ഓർക്കാറുണ്ട്, എല്ലാവരോടും എക്സസൈസ് ചെയ്യണം എന്നൊക്കെ കണിശമായിട്ട് നിർബന്ധിക്കാറുണ്ട്.
അപ്പം ഇത്രയും നല്ല ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത റോജിനിസിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അധ്യാപകര് ധാരാളം പേര് ഈ ഒരു പ്രോഗ്രാമിൽ വളരെ മനോഹരമായിട്ട് പങ്കെടുത്തു. ഞാൻ ഈ ഓരോ സ്ക്രീനുകളും സ്ക്രീൻ നിങ്ങളെല്ലാവരും ചെയ്യുന്ന യോഗാസനം അത് പരിശോധിക്കുകയായിരുന്നു. എല്ലാവരും എന്ത് ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ നല്ലൊരു പ്രോഗ്രാം, നല്ലൊരു ദിനം ആയിരുന്നു ഇന്ന്. ഒരുപാട് സന്തോഷത്തോടെ അറിയിക്കുന്നു. ഞാൻ ഈ വിഷ്വല് മുഴുവൻ, നിങ്ങളാരും ഇത് കാണുന്നില്ല, ഞാൻ ഈ വിഷ്വല് മുഴുവൻ കാണുമ്പോൾ അത്രയ്ക്ക് സിൻസിയർ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു എല്ലാ അധ്യാപകർക്കും, പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും. ഒപ്പം ഈ മെമ്പേഴ്സ്, ഒരുപാട് കുട്ടികൾ, അതായത് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്ലബുകളിലെയും മെമ്പേഴ്സ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ യൂണിഫോമില്, ആ യൂണിഫോം ധരിച്ചുകൊണ്ട് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, SPC, NCC, സീഡ്, അങ്ങനെ തുടങ്ങിയ എല്ലാ ക്ലബ്ബുകാരുടെയും ഭാഗഭാഗിത്വം ഈ ഒരു യോഗാ ദിനത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും അതിനുള്ള നന്ദി അറിയിക്കുന്നു. അവരെ ഒരുക്കിയ അധ്യാപകർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വളരെ മനോഹരമായ ഒരു ദിനമായിരുന്നു. ഇത് തുടർന്നു കൊണ്ട് പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. റോജിനിസിന് എന്തെങ്കിലും പറയാനുണ്ടോ? പറയണം, നന്ദിയുടെ ഒരു വാക്ക്. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി കുട്ടികളെ കൊണ്ട് യോഗ എങ്ങനെ ചെയ്യിപ്പിക്കും എന്ന സംശയമായി ഞാൻ സിസ്റ്ററിനെ സമീപിച്ചപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ലൈവായിട്ട് എല്ലാ കുട്ടികളെ കൊണ്ട് യോഗ ചെയ്യിപ്പിക്കാമെന്ന് എന്നോട് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിയത് നമ്മുടെ സിസ്റ്ററാണ്. അതിനുള്ള നിർദ്ദേശങ്ങളും എല്ലാം സിസ്റ്റർ തന്നു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്ന സിസ്റ്റർ ഇന്നത്തെ യോഗ പ്രാക്ടീസിലൂടെ പ്രകടനത്തിനും തൻ്റെ മികവ് തെളിയിച്ചിരിക്കുകയാണ്. സിസ്റ്ററിന് എൻ്റെ വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്ത്, കടലിൽ മുങ്ങിത്താഴാൻ പോയ പത്രോസിനെ കൈപിടിച്ചുയർത്തി കടലിനു മീതെ നടത്തിയ ഈശോയെ പോലെയാണ് വിർച്വൽ ലോകമാകുന്ന കടലിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന എന്നെ, നീന്താൻ പോലും അറിയാത്ത എന്നെ കൈപിടിച്ച് വലിച്ച് ഒരു വിധത്തിൽ കരക്കെത്തിക്കാൻ ശ്രമിച്ച സുമന മിസ്സിന് 1000 നന്ദി. കൂടാതെ നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുട്ടികളെ കൊണ്ടും ഗൂഗിൾ മീറ്റ് വഴി യോഗ ചെയ്യിക്കാൻ എന്നെ സഹായിച്ച എല്ലാ ടീച്ചേഴ്സിനും, പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, കൂടാതെ എല്ലാ ക്ലബ് മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നു മുതൽ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും യോഗ ചെയ്യുമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.